ഹായ് പ്രിയ വിദ്യാർത്ഥികളെ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ബിനുകുമാർ. ഞാൻ സ്വാമി നിത്യാനന്ദ പോളിടെക്നിക് കോളേജിലെ വർക്ക്ഷോപ്പ് സൂപ്രണ്ടാണ്. ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്, ഇപ്പോൾ അറിയാലോ, ഈ കൊറോണ എന്ന മഹാമാരി വളരെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇപ്പോൾ കുറച്ച് കുറഞ്ഞു തുടങ്ങി. ആയതിനാൽ നമുക്കിപ്പോൾ ഡയറക്റ്റുള്ള ക്ലാസ്സുകൾ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ആയതിനാൽ ഇപ്പോൾ സർക്കാരിൻ്റെ ഒരു നിർദ്ദേശം അനുസരിച്ചിട്ടാണ് ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകളെല്ലാം കണ്ടക്ട് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങളൊരു ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികളായതുകൊണ്ട് നമ്മൾ തമ്മിൽ പരസ്പരം കണ്ടിട്ടുണ്ടാകില്ല. ആദ്യമായിട്ടായിരിക്കും നിങ്ങളൊരു പക്ഷേ എന്നെ കാണുന്നത്. അപ്പോൾ നമ്മൾക്ക് എത്രയും പെട്ടെന്ന് നേരിൽ കണ്ട് പ്രാക്ടിക്കൽ ക്ലാസ്സുകളെല്ലാം വളരെ നന്നായിട്ട് പോകാൻ വേണ്ടി സർവേശ്വരനോട് നമുക്ക് പ്രാർത്ഥിക്കാം. എത്രയും പെട്ടെന്ന് മഹാമാരി മാറട്ടെ, നമ്മളെല്ലാവരും ഒത്തുചേരാൻ ഇടയാകട്ടെ. നിങ്ങളെല്ലാവരും സേഫ് ആണെന്ന് കരുതുന്നു. ഇനി നാം നമ്മുടെ സബ്ജക്റ്റിലോട്ട് ഡയറക്റ്റ് പോകാം. അപ്പോൾ മറ്റൊരു പ്രധാന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ S1 S2 വിദ്യാർത്ഥികൾ നിങ്ങൾ S1 S2ലാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ക്ലാസ് ആരംഭിക്കുന്നത്. നിങ്ങൾക്ക് ഏകദേശം ഒരു 19 സബ്ജക്റ്റാണുള്ളത്. അതിലൊരു വളരെ പ്രധാനപ്പെട്ടൊരു പ്രാക്ടിക്കൽ ക്ലാസ്സാണ് വർക്ക്ഷോപ്പ് പ്രാക്ടീസ്. അതെന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ നിങ്ങൾക്ക് ഒരു ദിവസമായിരിക്കും 3 പീരീഡ് ഉണ്ടായിരിക്കും. അങ്ങനെയാണ് റെഗുലറായിട്ട് ക്ലാസ് കണ്ടക്ട് ചെയ്യുക. ടോട്ടലായിട്ട് ഏകദേശം ഒരു 98 അവേഴ്സ് നിങ്ങൾ പഠിക്കണം. നിങ്ങൾ പഠിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 6 പ്രധാനപ്പെട്ട സെക്ഷൻസ് ഉണ്ടായിരിക്കും, 6 ട്രേഡുകൾ. ഈ പ്രാക്ടിക്കലും തിയറിയും തമ്മിലുള്ള വ്യത്യാസം ജസ്റ്റ് ഒന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. തിയറി എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവം? നമ്മളൊരു ക്ലാസ് റൂമിലിരുന്ന് ഒരു അധ്യാപകൻ പഠിപ്പിക്കും, നമ്മൾ കുറച്ച് വിദ്യാർത്ഥികൾ ഇരുന്ന് ആ ക്ലാസ് കേട്ട് മനസ്സിലാക്കി ബുക്കും പെന്നെടുത്ത് എഴുതി പഠിക്കലാണ് നമ്മുടെ ഒരു തിയറി ക്ലാസ്സിൽ നടക്കുന്നത്. എന്നാൽ അതിൽ നിന്ന് തികച്ചും വിഭിന്നമായിട്ടാണ് പ്രാക്ടിക്കൽ ക്ലാസ് എന്ന് പറയുന്നത്. പ്രാക്ടിക്കൽ ക്ലാസ്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിന് പ്രത്യേകിച്ച് ഒരു ഡ്രസ്സ് തന്നെ ഉണ്ട്, ഡ്രസ് കോഡ് ഉണ്ട്, ബൂട്ടുണ്ട്. ഇതെല്ലാം ഇട്ടുകൊണ്ട് നമ്മൾ ഫിസിക്കലായിട്ട് അധ്വാനിക്കുകയാണ് പ്രാക്ടിക്കൽ ക്ലാസ്സിൽ. അപ്പോൾ രണ്ടും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. അപ്പോൾ തിയറി ക്ലാസ്സിൽ ഇരിക്കുന്ന പോലെ പ്രാക്ടിക്കൽ ക്ലാസ്സിൽ ഇരുന്നാൽ എന്താണ് പ്രശ്നം? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ശ്രദ്ധയില്ലാണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒരുപാട് ആക്സിഡൻറ്റുകൾ വരാൻ ചാൻസ് ഉണ്ട് പ്രാക്ടിക്കൽ ക്ലാസ്സിൽ. അപ്പോൾ ഫസ്റ്റായിട്ട് നമ്മളൊരു വർക്ക്ഷോപ്പിൽ ചെല്ലുമ്പോൾ പഠിക്കേണ്ട പ്രാഥമിക കാര്യം എന്ന് പറഞ്ഞാൽ സേഫ്റ്റി പ്രിക്കോഷനാണ്. എങ്ങനെയാണ് ഒരു വർക്ക്ഷോപ്പിൽ പെരുമാറേണ്ട രീതികൾ, നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, നമ്മുടെ കൂടെയുള്ള സഹപാഠികൾ ഉണ്ടായിരിക്കും, അവരും തമ്മിൽ എന്തെല്ലാം കാര്യത്തിൽ ശ്രദ്ധ വേണം. ആ ഒരു കാര്യമാണ് ഞാൻ ആദ്യമായിട്ട് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. പ്രധാനമായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എന്തുകൊണ്ടാണ് നമ്മൾ ഈ സേഫ്റ്റി ശ്രദ്ധിക്കുന്നത് എന്ത് ചെയ്യാൻ ആക്സിഡൻറ്റ് ഉണ്ടാകാൻ പാടില്ല. അപ്പം അതിൻ്റെ ഒരു നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റൂമാണ്. ആ റൂമിൽ ഒരുപാട് മെഷീൻസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും, ഒരുപാട് ടൂൾസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്തരം ടൂൾസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഷാർപ്പ് എഡ്ജ് ആയിട്ട് ടൂൾസ് ഉണ്ടായിരിക്കും. ഒരുപാട് മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മൂവിങ് പാർട്സ് ഉണ്ടായിരിക്കും, റോട്ടറി മോഷൻ ഉണ്ടായിരിക്കും, സ്ലൈഡിങ് മോഷൻ ഉണ്ടായിരിക്കും, പല വിധത്തിലുള്ള മോഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിനൊക്കെ ഒരു പ്രോപ്പർ ഗാർഡ് വേണം. ഇപ്പോൾ ജനറലായിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ വർക്ക്ഷോപ്പിൽ വരുമ്പോൾ നല്ല ടൈറ്റ് ഡ്രസ്സായിരിക്കണം, ഇൻസൈഡൊക്കെ ചെയ്ത് ബെൽറ്റൊക്കെ കെട്ടി നല്ല ബൂട്ടൊക്കെ ഇട്ട് നല്ല സ്റ്റൈലായിട്ട് അങ്ങനെ ഒരു യൂണിഫോമിൻ്റെ സ്റ്റൈലിൽ നമ്മൾ വന്ന് നിന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു പ്രാക്ടിക്കൽ ക്ലാസ് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് കിട്ടും. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, വളരെ ലെങ്ത്തുള്ള സോകളൊക്കെ ഉണ്ട്. സോ എന്ന് പറഞ്ഞാൽ വാളുകൾ മുറിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടൂൾസ്. അത്തരം സോസ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ, മറ്റുള്ള ഹാമറുകളൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് അറിയാണ്ട് നല്ല ഒരു 1/2 മീറ്റർ നീളമുള്ളൊരു സോ ആണെങ്കിൽ പെട്ടെന്ന് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നേരെ ഇങ്ങനെ എടുത്ത് ആയി കഴിഞ്ഞാൽ അടുത്തുള്ളൊരു വിദ്യാർത്ഥിയുടെ, നിങ്ങളുടെ സഹപാഠിയുടെ ദേഹത്ത് തട്ടി മുറിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് ഒരു സ്ഥലകാല ബോധം ആവശ്യമാണ്. നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ള ചിന്ത, അതായത് ശ്രദ്ധ പരമപ്രധാനമായ ഒരു കാര്യമാണ് വർക്ക്ഷോപ്പിൽ. യാതൊരു കാരണവശാലും ആബ്സെന്റ് മൈൻഡ് ആയിട്ട് വർക്ക്ഷോപ്പിൽ നിൽക്കാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആക്സിഡന്റ് ഉണ്ടാവും, നമ്മുടെ സഹപാഠിക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കും, നമുക്കും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എന്തായിരിക്കും? ആ സമയത്ത് ക്ലാസ് തടസ്സപ്പെടും. അപ്പോൾ നിങ്ങളുടെ പോർഷൻ കഴിയാൻ ഒരുപാട് സമയമെടുക്കും. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ചെറിയ ടൂൾസ് ഉണ്ട്, പോക്കറ്റിലൊക്കെ വെക്കാവുന്ന ടൂൾസ്. അത്തരം ടൂൾസൊക്കെ നമ്മൾ പോക്കറ്റിൽ വെക്കരുത്. അതിനൊക്കെ പ്രോപ്പർ പ്ലേസ് ഉണ്ട്. നമുക്കൊരു വർക്ക് ബെഞ്ച് എന്ന് പറഞ്ഞ് നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ടേബിൾ ഉണ്ട്. ആ ബെഞ്ചിൻ്റെ സെൻറ്ററിൽ അത്യാവശ്യമുള്ള ടൂൾസ് എല്ലാം വെച്ചിട്ടുണ്ടായിരിക്കും. ആവശ്യമുള്ള ടൂൾസ് എടുക്കുക. ഓരോ ടൂൾസിൻ്റെ ഉപയോഗങ്ങൾ ഇതെല്ലാം ഞാൻ ജനറലായിട്ട് പറയുന്നതാണ്. ഇതിനൊക്കെ ഒരുപാട്
ക്ലാസ്സിനൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇൻട്രൊഡക്ഷൻ കാര്യങ്ങൾ വേറെ അധ്യാപകർ നിങ്ങൾക്ക് തരും. ഞാനിപ്പോൾ പറഞ്ഞു തരുന്നത് ജനറൽ ഇൻട്രൊഡക്ഷനാണ്. അപ്പോൾ ഇത്തരം ടൂൾസ് കാര്യങ്ങളൊക്കെ എടുക്കുക. പിന്നെ ചെറിയ ടൂൾസ് ഉണ്ട്. പല വിദ്യാർത്ഥികളും നമ്മൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ട്, നമ്മൾ അധ്യാപകർ എന്തെങ്കിലും കാര്യത്തിന് ജസ്റ്റ് പുറത്ത് പോയി കഴിഞ്ഞാൽ ഈ ടൂൾസ് നല്ല ക്രിക്കറ്റ് പ്ലെയേഴ്സൊക്കെ ആയിരിക്കും എടുത്തങ്ങോട്ട് എറിയും. മനസ്സിലായില്ലേ? അത് എറിഞ്ഞു കഴിഞ്ഞാൽ അവൻ നല്ല ഉന്നുള്ളത് കൊണ്ട് എന്ത് സംഭവിക്കുക, അത് നേരെ മറ്റവൻ്റെ തലയിലാ നെഞ്ചിലങ്ങാനും കുത്തി കയറും. അത് ആക്സിഡൻറ്റിനൊരു കാരണമാണ്. അപ്പോൾ യാതൊരു കാരണവശാലും ടൂൾസ് ഒന്നും എറിഞ്ഞു കൊടുക്കാൻ പാടില്ല. പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണം. മെഷീൻസൊക്കെ കറക്റ്റ് അധ്യാപകരോട് ചോദിച്ചതിന് മാത്രം, അതിൻ്റെ പ്രോപ്പർ വർക്കിംഗ് എങ്ങനെയാണ് അധ്യാപകരോട് ചോദിച്ച് മനസ്സിലാക്കിയതിന് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഈ ഒരു പ്രധാന കാര്യങ്ങളാണ് നിങ്ങൾ വർക്ക്ഷോപ്പിൽ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ വേറൊരു കാര്യം, പല വിധത്തിലുള്ള ടൂൾസിൻ്റെയും മെറ്റൽസിൻ്റെ ഒക്കെ പീസ് താഴെ ഫ്ലോറിൽ കിടക്കേണ്ടായിരിക്കും. അതൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒരു വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ വർക്ക് പ്ലേസ് നീറ്റാക്കി വെക്കണം. അത് നമ്മുടെ ഒരു ചുമതലയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതെല്ലാം നീറ്റാക്കി വെക്കുക. അതിന് പ്രത്യേകം സ്ക്രാപ്സ് എന്ന് പറയാം. സ്ക്രാപ്പ് ഉപയോഗശൂന്യമായ മെറ്റീരിയൽ, അതിനൊക്കെ ഇടാൻ ഒരു ബോക്സ് സൈഡിൽ വെച്ചിട്ടുണ്ടായിരിക്കും. ആ ബോക്സിൽ ആ വക കാര്യങ്ങളൊക്കെ കൊണ്ട് ഇടേണ്ടതാണ് ഒരു ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഇതാണ് ജനറലായിട്ട് സേഫ്റ്റീനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ നമുക്ക് വർക്ക്ഷോപ്പിൽ ആവശ്യമുള്ളത് ഒരു നോട്ട്ബുക്ക് ആവശ്യമുണ്ട്. A4 സൈസ് നോട്ട്ബുക്ക്. A4 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അൺറൂൾഡ് നോട്ട്ബുക്ക് ഒരെണ്ണം വാങ്ങാം, വരില്ലാത്ത നോട്ട്ബുക്ക്. ആ നോട്ട്ബുക്കിൻ്റെ ഒരു സൈഡിൽ ഫിഗേഴ്സ് വരയ്ക്കുക, ഒരു സൈഡിൽ നോട്ട് എഴുതുക. അങ്ങനെയായിരിക്കും. ശരിക്കും റെക്കോർഡ് ബുക്കൊക്കെ ഉണ്ട്. ഇപ്പോൾ നമുക്ക് കൊറോണ ആയതുകൊണ്ടൊന്നും വാങ്ങാൻ നിവർത്തിയില്ല. തൽക്കാലം ഒരു A4 ബുക്ക് വാങ്ങാം എല്ലാ വിദ്യാർത്ഥികളും. അപ്പോൾ നെക്സ്റ്റ് 2 പാർട്ടായിട്ടാണ് ഇപ്പോൾ ഈ ക്ലാസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ വരുമ്പോൾ A4 ബുക്കായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ വരേണ്ടതാണ്. ഇനി നമ്മുടെ പ്രധാനപ്പെട്ട സെക്ഷൻസിൻ്റെ പേര് നോക്കാം. 1 ഫിറ്റിംഗ്, കാർപെൻട്രി, 3 വെൽഡിംഗ്, ഷീറ്റ് മെറ്റൽ, ഫൗണ്ടറി ആൻഡ് കാസ്റ്റിംഗ്, സ്മിത്തി ആൻഡ് ഫോർജിങ്. ഇങ്ങനെ 6 സെക്ഷനാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് S1 ആൻഡ് S2. അപ്പോൾ അതിലൊരു 3 സെക്ഷനെ കുറിച്ച് ജനറലായിട്ട് ഇൻട്രൊഡക്ഷൻ പെട്ടെന്ന് അങ്ങോട്ട് തരാം. യാതൊരു കാരണവശാലും ബോറടിക്കരുത്. ക്ലാസ് നിങ്ങൾ മുഴുവനായിട്ട് കാണണം. ഓക്കെ അല്ലേ? ഫസ്റ്റ് സ്മിത്തി ആൻഡ് ഫോർജിങ്. സ്മിത്തി ആൻഡ് ഫോർജിങ് എന്ന് പറഞ്ഞൊരു നാടൻ ഭാഷയിൽ പറഞ്ഞ കൊല്ലപ്പണി നമ്മൾ കാണാറുണ്ട് പല ഏരിയയിൽ. നമ്മുടെ നാട്ടിൻ പ്രദേശത്തൊക്കെ നമ്മൾ വാളും ഈ കത്തി സാധനങ്ങളൊക്കെ ചൂടാക്കാനും മൂർച്ച കൂട്ടാനൊക്കെ കൊണ്ടുപോകാറുണ്ട് ഇല്ലേ? ഇപ്പോൾ അതിൻ്റെ മൂർച്ച പോയി കഴിഞ്ഞാൽ അതിനൊക്കെയാണ് സാധാരണ ലോക്കലായിട്ട് ഉപയോഗിക്കുക. പക്ഷേ ഇൻഡസ്ട്രിയിൽ നിങ്ങൾ വളരെ നല്ല രീതിയിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ ഒരുപാട് അപ്ലിക്കേഷൻസ് ഉണ്ട്, കണ്ടമാനം അപ്ലിക്കേഷൻസ്. അതായത് ഫോർജഡ് മെറ്റീരിയൽസ് ആണ് ഏറ്റവും കൂടുതൽ ഓട്ടോമൊബൈലിൻ്റെ പാർട്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്, റെയിൽ റോഡിന് യൂസ് ചെയ്യുന്നത്. അതായത് അതിൻ്റെ വെയിറ്റ് ടു സ്ട്രെങ്ത് റേഷ്യോ അത്രയും സ്ട്രോങ് ആയിരിക്കും. ആ ഒരു കാരണം കൊണ്ടാണ് ഈ സംഭവങ്ങൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫോർജിങ് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെറിയൊരു അടുപ്പുണ്ടായിരിക്കും. ആ അടുപ്പിൽ കുറേ കോൾസ് കോക്ക് സാധനങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മൾ തീ കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഇരുമ്പിൻ്റെ ഒരു പീസ് വെച്ചിട്ട് ചൂടാക്കും. ചൂടാക്കിയിട്ട് അടിച്ച് പരത്തി പലവിധ ഷേപ്പിലേക്ക് മാറ്റുന്ന ഒരു സെക്ഷനാണ് സ്മിത്തി ആൻഡ് ഫോർജിങ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇരുമ്പ്, നമ്മളിപ്പോൾ വർക്ക്ഷോപ്പിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയലിൻ്റെ പേരെന്ന് പറഞ്ഞാൽ നാടൻ ഭാഷയിൽ ഇരുമ്പെന്ന് പറയും, നമ്മൾ ഇപ്പോഴും ഇരുമ്പെന്ന് പറയും. ഇനി ഞാനിത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളെന്ത് പറയണം? അതിൻ്റെ പേരാണ് MS റോഡ്, മൈൽഡ് സ്റ്റീല്. MS എന്ന് പറഞ്ഞാൽ ഷോർട്ട് ഫോമാണ്. സ്റ്റീലാണ്, മൈൽഡായിട്ടുള്ളൊരു സ്റ്റീലാണ് നമ്മൾ വർക്ക്ഷോപ്പിൽ ഉപയോഗിക്കുന്നത്. ആ മൈൽഡ് സ്റ്റീലാണ് നമ്മൾ ഏകദേശം 1000 ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കിയിട്ട് ഹാമർ ഉപയോഗിച്ചുകൊണ്ട് അതിനെ ക്ലാമ്പിംഗ് ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ട് പ്രഷർ കൊടുക്കും. അങ്ങനെ പ്രഷർ കൊടുക്കുമ്പോൾ അത് വിവിധ ഷേപ്പിലേക്ക് കൺവേർട്ട് ആവും. അത്തരം ചെറിയ ചെറിയ ഓപ്പറേഷൻസാണ് ഫൗണ്ടറി അല്ല, സ്മിത്തി ആൻഡ് ഫോർജിങ് സെക്ഷനിൽ നിങ്ങൾ പഠിക്കുക. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട സെക്ഷൻ എന്ന് പറഞ്ഞാൽ കാർപ്പൻട്രി സെക്ഷനാണ്. വുഡൻ വർക്ക്. വുഡൻ വർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു വിധ സംശയം ഉണ്ടാവില്ല. നമ്മുടെ വീട്ടിലും പുറത്തൊക്കെ നോക്കി ഒരുപാട് വർക്കുകളുണ്ട്. വുഡ്, ടിമ്പർ എന്ന മെറ്റീരിയലാണെന്ന് നമ്മൾ യൂസ് ചെയ്യുക. ടിമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരത്തിനെ മുറിച്ചതിന് ശേഷം വുഡിനെ കട്ട് ചെയ്തതിന് ശേഷം ലഭിക്കുന്ന പീസിനെയാണ് ടിമ്പർ എന്ന് പറയുന്നത്. അതിന് വിവിധ ഷേപ്പിലേക്ക് ആക്കിയിട്ട് ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരുപാട് ഫർണിച്ചറുകൾ കാണാം വീട്ടിൽ വുഡിൻ്റെ ഡോർ ഫ്രെയിമുകൾ, വിൻഡോ ഫ്രെയിമുകൾ, പിന്നെ റൂഫ്, ഫ്ലോറ്, പാർട്ടീഷൻസ്, ഒരുപാട് അപ്ലിക്കേഷൻസ് വുഡിനുണ്ട്. പിന്നെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിന് ഉണ്ട്, പിന്നെ ക്യാരം ബോർഡുകൾ. പിന്നെ വീണ്ടും വൈഡായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ ഷിപ്പിലൊക്കെ ഒരുപാട് സോഫ്റ്റും ഹാർഡ് ഒരുപാട് വുഡിൻ്റെ അപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ഒരു കാര്യം പഠിക്കുമ്പോൾ നമ്മൾ അപ്ലിക്കേഷൻസ് ഫസ്റ്റ് മനസ്സിൽ വരണം. നമ്മൾ പഠിക്കുന്ന കാര്യം എന്തിനാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ? അത് പഠിച്ച് നമ്മൾ 3 വർഷം ഡിപ്ലോമ കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉപയോഗം? ആ ഉപയോഗം മനസ്സിൽ വന്നാലാണ് നമുക്ക്
നല്ല രീതിയിലൊരു ക്ലാസ് മനസ്സിലാവും അല്ലേ. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഒരു എൻഡ് പോയിന്റ് ഫസ്റ്റ് കാണണം, എന്നിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ കാർപ്പൻട്രിയിൽ അങ്ങനെ കൊച്ചു കൊച്ചു ജോയിൻസും അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇനി ഒരു കാര്യം കൂടി പറയും, അടുത്തൊരു സെക്ഷൻ, പ്രധാനപ്പെട്ട ഒരു സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽഡിങ് സെക്ഷനാണ്. വെൽഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ എല്ലാവരും കണ്ടിരിക്കും, നിങ്ങൾ പുറത്തൊക്കെ ജോലിക്ക് സ്കൂളിൽ പോകുന്ന കാലഘട്ടത്തിലും പുറത്ത് വെറുതെ ഒക്കെ പോകുമ്പോഴും ഒരുപാട് ഓട്ടോമൊബൈലും അല്ലാത്ത ഇൻഡസ്ട്രീസൊക്കെ നമ്മൾ കാണാറുണ്ട്. ഗേറ്റും ഗ്രില്ലും ഉണ്ടാക്കുന്ന ലോക്കൽ വർക്ക്ഷോപ്പുകൾ കാണാറുണ്ട്. അവിടേക്ക് കാണാം ചില ഒരു ഭയങ്കരമായൊരു പ്രകാശം, ഒരാളിങ്ങനെ പിടിച്ച് നിൽക്കുന്നുണ്ടായിരിക്കും. നല്ലൊരു തീവ്രമായ പ്രകാശം കാണാം. ആ പ്രകാശം ആ ചെയ്യുന്നൊരു പ്രോസസ്സാണ് എന്ത്, വെൽഡിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ വെൽഡിങ്ങിൻ്റെ മെയിൻ യൂസ് എന്ന് പറഞ്ഞാൽ രണ്ട് മെറ്റീരിയലിനെ പരസ്പരം ജോയിൻ ചെയ്യലാണ് വെൽഡിങ് എന്നൊരു പ്രോസസ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജോയിൻ ചെയ്യുന്നത് അത് പെർമനൻ്റ്, ഇപ്പോൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും പ്രധാനമായ ഒരു പെർമനൻ്റ് ജോയിൻ്റ് ആണ് വെൽഡിങ് എന്ന ഒരു ടെക്നിക്, വെൽഡിങ് ടെക്നോളജി. മനസ്സിലായില്ലേ? അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി നിങ്ങൾക്ക് ആവർത്തിക്കാം. നമുക്ക് ഏകദേശം ഒരു 19 സബ്ജക്റ്റ് എല്ലാ ബ്രാഞ്ചിലും ഉണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതോ അല്ലെങ്കിൽ മികച്ചൊരു സബ്ജക്റ്റാണ് എന്ത്, വർക്ക്ഷോപ്പ് പ്രാക്ടീസ്, പ്രാക്ടിക്കൽ ക്ലാസ് ആണ്. 6 സെക്ഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് ഞാൻ നേരത്തെ പറഞ്ഞു. അതിലിപ്പോൾ നിങ്ങളോട് പറഞ്ഞത് സ്മിത്തി സെക്ഷൻ, വെൽഡിംഗ് സെക്ഷൻ, കാർപ്പൻട്രി സെക്ഷൻ അല്ലേ. ഈ 3 സെക്ഷൻ്റെ ചെറിയൊരു വിവരണം തന്നു. ഇനി വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ ഓരോ സെക്ഷൻ പഠിപ്പിക്കാൻ നല്ല വിദഗ്ധരായ 2 അധ്യാപകർ ഓരോ ക്ലാസ്സിലും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഓരോ സെക്ഷനിലും തിയറി കാര്യങ്ങൾ ഹാൻഡ് ലൈൻ ഒരു അധ്യാപകൻ ഉണ്ടായിരിക്കും. അതിൻ്റെ കുറച്ചും കൂടി ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ കൈപ്പിടിച്ച് ചെയ്യിക്കാനും കാര്യങ്ങൾ പറഞ്ഞു തരാനും വേറൊരു അധ്യാപകനും കൂടി ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ വളരെ നന്നായിട്ട് അവർ ആ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അവരതെല്ലാം നിങ്ങൾക്ക് വളരെ ഭംഗിയായിട്ട് കാണിച്ചു തരും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ആവശ്യമുള്ള A4 നോട്ട് ബുക്ക് വേണം. ലെഫ്റ്റ് സൈഡിൽ ചിത്രങ്ങൾ വരയ്ക്കാം, റൈറ്റ് സൈഡിൽ നോട്ട് എഴുതാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. നമ്മൾ ഫസ്റ്റായിട്ട് മീറ്റ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടി നമസ്കാരം. അപ്പോൾ ഇതൊരു ഓൺലൈൻ അല്ലെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾ വളരെ നിസ്സാരമായിട്ട് കാണരുത്. ഒരു പ്രാവശ്യം കണ്ട് മനസ്സിലായില്ലെങ്കിൽ വീണ്ടും ഒന്ന് കണ്ടിട്ട് അത് കറക്റ്റായിട്ടൊന്ന് മനസ്സിലാക്കാം, മനസ്സിൽ കയറണം. ചില പോയിന്റുകൾ ഞാൻ പറഞ്ഞതിലുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ പറഞ്ഞ എന്താണ്, മൈൽഡ് സ്റ്റീല്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഡ്രസ്സ് കോഡ്, സേഫ്റ്റി വേണം, ജനറൽ സേഫ്റ്റി കാര്യങ്ങൾ അതെല്ലാം ബുക്കിലെടുത്തൊരു പെന്നെടുത്ത് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. എല്ലാവരും വളരെ സേഫായിട്ടിരിക്കണം. എല്ലാവർക്കും ഒരു നല്ലൊരു ശുഭദിനം നേരുന്നു. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത 3 സെക്ഷനെ കുറിച്ച് ഞാനൊരു ലഘു വിവരണം തരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.